നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ FC മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ്. വൈകിട്ട് 7:30-ക്കാണ് മത്സരം നടക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും ഏറ്റുമുട്ടിയിരിക്കുന്നത് എത്ര തവണയെന്ന് നോക്കുകയാണെങ്കിൽ 21 മത്സരങ്ങളാണ് ഇരു ടീമുകളും മത്സരിച്ചിരിക്കുന്നത്. അതിൽ 6 മത്സരങ്ങൾ ചെന്നൈയിൻ FC കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. സെയിം വിജയമാണ് ഇരു ടീമുകൾക്കും കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ 6 മത്സരങ്ങൾ ഇരു ടീമുകളും തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 9 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. 31 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയുടെ ഗോൾ പോസ്റ്റിൽ അടിച്ചുകൂട്ടിയപ്പോൾ 28 ഗോളുകൾ മാത്രമാണ് ചെന്നൈയിൻ FCക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ തോൽവി ഏറ്റാണ് ചെന്നൈയിൻ FCക്കെതിരെ ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമായിട്ട് പോലും കഴിഞ്ഞ മത്സരത്തിൽ തോൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചത്. ഇന്നത്തെ മത്സരം ചെന്നൈയിൻ FCയുടെ ഹോം മത്സരമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞപ്പട ആരാധകർ മാത്രമായിരിക്കും സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കാൻ എത്താൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സോ ചെന്നൈയിൻ FC ആണോ വിജയിക്കാൻ കൂടുതൽ സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വരും മത്സരങ്ങളെല്ലാം ഇനി കഠിനം തന്നെയാണ്. എന്തായാലും ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് നോക്കാം. വമ്പൻ മാറ്റങ്ങളാണ് ലൈനപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗോൾ കീപ്പർ സ്ഥാനത്ത് സച്ചിൻ സുരേഷ് തന്നെ കാണും. അതേപോലെ തന്നെ പ്രീതം കൊട്ടാൽ, ഹോർമി പാറുവിന് പകരം നമുക്ക് മിക്കവാറും മാർക്കോ ലെസ്കോവിച്ചിനെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മിലോസിനെയും അതേപോലെ തന്നെ നോവോച്ച സിങ്ങിനെയും അസറിനെയും ജിക്സൺ സിങ്ങിനെയും അതേപോലെ ഡൈസൂക്കിനെ ഫസ്റ്റ് 11-ൽ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്കറിയാം, KP രാഹുലിനെ ഫസ്റ്റ് 11-ൽ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഫെഡർ എന്ന താരത്തിനെ നമുക്ക് ഫസ്റ്റ് 11-ൽ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും മിക്കവാറും ഇമ്മാനുവൽ ജസ്റ്റിനെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. സ്ട്രൈക്കർ സ്ഥാനത്ത് ഡിമിട്രിയോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ തന്നെ വിദേശ താരം ഏകദേശം 5 പേരായിട്ടുണ്ട്. എന്തായാലും 4 പേർക്ക് ആദ്യ 11-ൽ കളിക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ മാർക്കോ ലെസ്കോവിച്ചിനെ ഉൾപ്പെടുത്താതെ ഹുർമി പാപ്പിനെ തന്നെ ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 വിദേശ താരം മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു. താങ്ക് യു.